ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മറന്നു പോകും. ഇപ്പം മാങ്ങയുടെ സീസൺ. ഇന്ന് നമുക്ക് മാങ്ങ വെച്ച റെസിപ്പി ഉണ്ടാക്കാം. മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. 5 പഴുത്ത മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് നല്ല പോലെ തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് 2 ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള നാളികേരം അരച്ചെടുക്കാം. 1 പിടി നാളികേരം, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുളിപ്പുള്ള കുറച്ച് തൈര്, നല്ല പോലെ അരച്ചെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഉരുകി ചെറുതായി വറ്റി തുടങ്ങിയിട്ടുണ്ട്. അരച്ചു വെച്ച നാളികേരം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ വറ്റി നന്നായി കുറുകി വരണം. അതുവരെ നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് വറവിടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിൽ കടുക് ഉലുവയും വറവിട്ടത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കായ് മുളക് പൊടി ഇടേണ്ടതായിരുന്നു. എൻ്റെ അടുത്ത് സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ.